എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആലീന മമ്മിയെ കൊണ്ട് കാണിക്കുന്നുണ്ട് മുത്തശ്ശൻ മരിച്ച് നിര്യാതനായി എന്ന് പറഞ്ഞ് പത്രത്തിൽ വന്ന ഫോട്ടോ ഉണ്ടല്ലോ, അതുകൊണ്ട് കാണിക്കുന്നുണ്ട്. അത് കണ്ടു കഴിഞ്ഞെങ്കിൽ ആകെ സങ്കടമാവുകയാണ് മമ്മിക്ക്. മമ്മി പറയും, ഇനി നമ്മൾ എന്ത് ചെയ്യും, നിന്നെ അങ്ങോട്ട് വിട്ട് കഴിഞ്ഞാൽ നിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ആളായല്ലോ എന്നോർത്ത് ഞാൻ സമാധാനിച്ചിരിക്കുമായിരുന്നു. ഇനി എവിടുന്ന് തുടങ്ങും, എങ്ങനെ നിൻ്റെ കാര്യം നോക്കും എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് വിഷമമാണ് എന്നൊക്കെ പറയും. അന്നേരം അലീന പറയുന്നുണ്ട്, അത് സാരമില്ല, അദ്ദേഹം മരിച്ചു പോയാലും അവിടെ ഒരു ഹോം നേഴ്സിൻ്റെ ആവശ്യമുണ്ടെന്നല്ലേ പറഞ്ഞത്, ഞാൻ അതായിക്കോളാം എന്ന് പറയുമ്പം അതിന് നിന്നെ ആർക്കും അറിയത്തില്ലല്ലോ, അവരാരും നിന്നെ വിളിക്കാനും വരികയില്ല, പിന്നെ എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീനയ്ക്കും ആകെ വിഷമാവുകയെ. അന്നേരം ഞാൻ ഇനി ആ വീട്ടിലോട്ട് പോയിട്ട് വരില്ലേ മമ്മി എന്ന് ചോദിക്കുമ്പം അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്നും അറിയില്ല, ആരോട് പറയുമെന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രിജിത്താമ്മയ്ക്ക് ആകെ സങ്കടമാകുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അലീനയ്ക്കും ആകെ വിഷമമാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗ്രേസിയമ്മയാണ്. ഗ്രേസിയമ്മ രാവിലെ വന്ന് TV കാണാനിരിക്കുവാണ്. അന്നേരം അങ്ങോട്ടേക്ക് മാമച്ചായനും വരും. അപ്പോൾ മാമച്ചായൻ ചോദിക്കും, ഏത് സിനിമയാണെന്ന് ചോദിക്കുമ്പം ഏതാണെന്നൊന്നും അറിയത്തില്ല, ഞാൻ വെച്ച് കാണാനായിട്ട് ഇപ്പോൾ ഇരുന്നതേ ഉള്ളൂ എന്ന് പറയുമ്പം ഇങ്ങനെ വാലും തലയും ഏതാണെന്നറിയാതെ സിനിമ കണ്ടാൽ മനസ്സിലാവുമോ എന്ന് ചോദിക്കും. അന്നേരം ഗ്രേസിയമ്മ തിരിച്ചു ചോദിക്കുകയാണ്, വലിയ മീൻ മേടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വാലും തലയും ഒന്നും ഇല്ലാണ്ട് നടുക്കഷ്ണം തന്നെ എടുത്ത് തിന്നുമല്ലോ, അതുപോലെ അങ്ങ് കണ്ടാൽ മതി ഇത് എന്ന് പറയുക. അന്നേരം ആ പെങ്കൊച്ച് എന്തെന്ന് ചോദിക്കുമ്പോൾ അത് അപ്പുറത്ത് അങ്ങനെ കാണും എന്ന് പറയും. അന്നേരം മാമച്ചൻ ചോദിക്കുന്നുണ്ട്, ഏതായാലും നീ TV കാണുമല്ലേ, അതവിടെ വെറുതെ ഇരിക്കുമായിരിക്കും, അതിനെങ്ങനെ വിളിച്ച് ഒന്ന് TV കാണിക്കാൻ മേലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അതിന് വന്ന് കാണണ്ടെന്ന് ഞാൻ പറഞ്ഞു എന്ന് ചോദിക്കും. ഈ സമയം അപ്പുറത്ത് രേവതി പണിയെല്ലാം കഴിഞ്ഞിട്ട് വെറുതെ ഇരിക്കുവാണ്. അന്നേരം ഡൈനിങ് ടേബിളിലേക്ക് കുറച്ചിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ തൊട്ട് ഇങ്ങനെ എഴുതുവാണ്, അലീന ചേച്ചി എന്നൊക്കെ എഴുതുവാണ്. അപ്പം അങ്ങോട്ടേക്ക് ഗ്രേസിയമ്മ ചെല്ലും. അന്നേരം രേവതി ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന കാണുമ്പോഴേക്കും രേവതി കുട്ടി എന്ന് പറഞ്ഞിങ്ങനെ ഉറക്കെ വിളിക്കുന്നെങ്കിൽ ഞെട്ടി അങ്ങ് എഴുന്നേക്കുമോ രേവതി. അന്നേരം ചോദിക്കും, നിന്നോട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യാൻ പറഞ്ഞിട്ട് നീ ക്ലീൻ ചെയ്തോടി എന്ന് ചോദിക്കുമ്പോൾ ക്ലീൻ ചെയ്തു എന്ന് പറയും. അന്നേരം അടുക്കളയും വർക്കേരിയും വൃത്തിയാക്കാൻ പറഞ്ഞിട്ടോ അതും ചെയ്തു. അപ്പോൾ പിന്നെ കാർ പോർച്ച് വൃത്തിയാക്കിയോ എന്ന് ചോദിക്കുമ്പോൾ അതും ചെയ്തു എന്ന് പറയുമ്പം പിന്നെ ചോദിക്കും, കാറ് തുടച്ചിട്ടായിരുന്നു എന്ന്. അന്നേരം അതും ചെയ്തു എന്ന് പറയുമ്പോൾ ഈ പണിയെല്ലാം കൂടെ ഇത്ര പെട്ടെന്ന് തീർക്കാൻ നിന്നോട് ആരെങ്കിലും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ രേവതി കണ്ടും പിടിച്ച് നോക്കി വെക്കുവാണേ. അന്നേരം പറയുവാണ്, അതെ എല്ലാ പണിയും തീർത്തെങ്കിൽ ആ ഫ്രണ്ടിൽ അങ്ങനെ പോരുന്ന TV കാണുമെന്ന് പറയും. അന്നേരം ഇങ്ങനെ മടിച്ചിങ്ങനെ നോക്കി നിൽക്കും. അന്നേരം നിന്നോട് പോകാനല്ലേ പറഞ്ഞേ എന്നിങ്ങനെ ദേഷ്യപ്പെടുവാണ്. അന്നേരം രേവതിക്കുട്ടി അങ്ങ് പോവും. പോയിട്ട് പയ്യെ തിരിഞ്ഞു നോക്കുമ്പം അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മുഖത്തെ ദേഷ്യമൊക്കെ അങ്ങ് പോവേ. അത് കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുന്നേക്കും എന്ന് പറഞ്ഞിങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുക. ഏതായാലും രേവതിക്കുട്ടിയെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന രണ്ടുപേരുടെ അടുത്തേക്കാണ് രേവതി ചെന്നത്. രേവതിയുടെ കാര്യം സേഫായി, ആ കാര്യം ഓർത്ത് ഇനി ആരും പേടിക്കേണ്ട. ഈ സമയം നമ്മുടെ അലീന മമ്മിക്ക് കുറച്ച് കഞ്ഞിയൊക്കെ ആയിട്ട് റൂമിലേക്ക് വരുമ്പോൾ എന്തോ ശ്വാസം കിട്ടാത്ത പോലെയൊക്കെ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുന്ന പോലെ തോന്നുവാണ്. അന്നേരം എന്താ മമ്മി വയ്യേ, എങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുമ്പോൾ വേണ്ട, ഹോസ്പിറ്റലിൽ പോകണ്ട, പോയിട്ടുണ്ടെങ്കിൽ അവരെന്നെ ICUലാക്കുമെന്ന് പറയും. അന്നേരം അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ പോകാമെന്ന് പറയും. അന്നേരം പറയുന്നുണ്ട്, ഇല്ല ഹെൽത്ത് സെൻറ്ററിൽ അവർ എടുക്കുകയില്ല, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളാൻ പറയും. അവർ നേരെ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞു വിടും, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെന്നെ ICUലാക്കില്ല, അതുകൊണ്ട് പോകണ്ട എന്ന് പറയുവാണ്. അന്നേരം എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണേ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന കഞ്ഞി എടുത്ത് കൊടുക്കുക. അന്നേരം വേണ്ടാന്ന് പറയുന്നുണ്ട് മമ്മി. അന്നേരം നിർബന്ധിക്കും, മമ്മി ജീവൻ കിടക്കണ്ടേ, ഒരു വായെങ്കിലും കഴിക്കുക എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് കൊടുക്കുകയാണ്. കഷ്ടപ്പെട്ട് ഒരു വാ കഴിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒന്നുകൂടെ കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും വേണ്ട, എനിക്ക് വേണ്ട എന്ന് പറയും. അന്നേക്കും കഞ്ഞി മാറ്റി വയ്ക്കും കേട്ടോ അലീന. അന്നേരം അലീനയോട് പറയുന്നുണ്ട്, മോള് വിഷമിക്കുമൊന്നും വേണ്ട, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, സന്തോഷത്തോടെ തന്നെയാണ് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് പോകാൻ പോകുന്നത്. കാരണം എനിക്ക് നിന്നെപ്പോലെ ഒരു മോളെ കിട്ടിയല്ലോ, എൻ്റെ വയറ്റിൽ പിറന്നില്ലെങ്കിലും നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു. അതുപോലെ നീയും എന്നെ സ്നേഹിച്ചു. ഇതുപോലെ സ്നേഹിച്ച അമ്മയും മകളും വേറെ ഈ ഭൂമിയിലുണ്ടാകില്ല. അതുപോലെ എനിക്ക് നിന്നെ സ്നേഹിക്കാൻ സാധിച്ചില്ലേ, അതുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, എനിക്ക് സങ്കടമൊന്നുമില്ല, ഇത്രയും കാലം എനിക്ക് ജീവിക്കാൻ പറ്റിയില്ലേ, 10-25 വർഷം സ്നേഹസദനം നോക്കാൻ പറ്റി, ഇത്രയൊക്കെ മതി എനിക്ക് എന്നിങ്ങനെ പറയുക. എന്തെങ്കിലും ഭയങ്കര സങ്കടം വരുന്നുണ്ട് അലീനയ്ക്ക്. അന്നേരം അലീന, വേണ്ട മമ്മി, ഇനി അങ്ങനെയൊന്നും പറയല്ലേ, എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് പറയുവാണ്. അന്നേരം പറയുന്നുണ്ട്, മോള് വിഷമിക്കുകയൊന്നും വേണ്ട, മോളുടെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും, മോൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം മോൾക്ക് തിരിച്ചു കിട്ടും, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ മരിച്ചാലും നിന്നിലൂടെ ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ. ഞാൻ തന്നെയാണ് നീ എന്നൊക്കെ പറയുന്നതേക്കും സങ്കടം സഹിക്കാൻ മേലാതെ അലീന ബ്രിജിത്താമ്മ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുക. എന്നിട്ട് പിന്നെ സങ്കടം വരുമ്പോഴത്തേക്കും ഇങ്ങനെ മുഖം പൊത്തി കരയുമ്പോഴത്തേക്കും ബ്രിജിത്താമ്മ ഇങ്ങനെ പയ്യെ കൈ എഴുത്തി ഇങ്ങനെ അലീനയുടെ കയ്യിലോട്ട് ഇങ്ങനെ പിടിക്കുവാണ്. അന്നേരമാണ് അലീനെ ശ്രദ്ധിക്കുന്നത് ബ്രിജിത്താമ്മയ്ക്ക് തീരെ പറ്റില്ല, ഇങ്ങനെ ശ്വാസം കിട്ടാതെ ഇങ്ങനെ വലിക്കുക. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഒരൊറ്റ
ഒരൊറ്റ ശ്വാസം എടുത്തിങ്ങ് അനക്കില്ലാണ്ടാവുന്നു. അന്നത്തേക്കും അലീന മമ്മിക്ക് എന്താ പറ്റിയേ, ഞാൻ സമ്മതിക്കില്ല കേട്ടോ, എന്നെ ഇട്ടിട്ട് പോകാൻ സമ്മതിക്കത്തില്ല, എനിക്ക് സഹിക്കാൻ പറ്റില്ല, മമ്മിക്ക് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് അങ്ങ് കരയുവാണ്. പൊന്നു മക്കളെ, ആകാശത്തൂത് കണ്ട പോലെ തന്നെ കരിയേല എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷേ കണ്ണ് നിറഞ്ഞുപോയി. അത്രയും ഭംഗിയായിട്ടാണ് അലീന ആ സീൻ ചെയ്തേക്കുന്നത്. അറിയാതെ നമ്മുടെ കണ്ണീര് വന്നു പോകും. കാരണം രാത്രിയാണ്, അലീന തനിച്ചേ ഉള്ളൂ, മമ്മി മരിച്ചു, മമ്മി എഴുന്നേക്ക് മമ്മി എന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് കരഞ്ഞി വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കുകയും ഒക്കെ ചെയ്യുവാണ് അലീന. ഈ സമയം നമ്മുടെ രേവതിക്കുട്ടിയുടെ അവിടെ ഗ്രേസിയമ്മയും മാമച്ചായനോട് ചെസ്സ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയം അപ്പുറത്ത് ഇരുന്ന രേവതിക്കുട്ടി ബ്രിജിത്താമ്മയുടെ ഒരു ചിത്രം ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. ഈ സമയമാണ് ഫോൺ കോൾ വരുന്നത്. ഫോൺ എടുത്ത് കഴിയുമ്പം രേവതിക്കുട്ടി താമസിക്കുന്ന മാമച്ചൻ്റെ വീടാണോ എന്ന് ചോദിക്കും. അതേന്ന് പറയും. ഗ്രേസിയമ്മയാണ് ഫോൺ എടുക്കുന്നത്. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, ഞാൻ മാമച്ചൻ്റെ ഭാര്യയാണ്, പറഞ്ഞു എന്താ സിസ്റ്റർ എന്ന് ചോദിക്കുമ്പോഴാണ് പറയുന്നത്, ബ്രിജിത്താമ്മി മരിച്ചുപോയി, ആ കാര്യം പറയാൻ വേണ്ടിയാണ് വിളിച്ചത്, ഫോണൊന്ന് രേവതിക്കുട്ടിയുടെ കൈ കൊടുക്കാമോ എന്ന് ചോദിക്കും. അന്നേരം കൊടുക്കാം എന്ന് പറഞ്ഞ് ഫോൺ കൊണ്ട് രേവതിക്കുട്ടിയുടെ കയ്യിലോട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് പറയും, കോൺവെൻറ്റിൽ നിന്ന് സിസ്റ്റർ വിളിച്ചതെന്ന് പറയുമ്പോൾ എന്നെ വിളിച്ചോ എന്ന് ചോദിച്ചാൽ ഫോൺ മേടിക്കുവാണ്. ഫോൺ മേടിച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ അവിടുന്ന് സിസ്റ്റർ തന്നെ പറയുന്നു. ആ ഫോൺ പിടിച്ച് അതുപോലെ തന്നെ ഇങ്ങനെ അനങ്ങാതെ സ്റ്റില്ലായിട്ട് നിൽക്കുവാണ് രേവതിക്കുട്ടി. കുറച്ച് നേരം ഗ്രേസിയമ്മ ഇങ്ങനെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞാൽ ഫോൺ പയ്യെ കയ്യിൽ നിന്ന് മേടിച്ച് നോക്കുമ്പം കോള് കട്ടായിട്ടുണ്ട്. അതുപോലെ ആ ഫോൺ പിടിച്ച് നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുക രേവതി. അത് കഴിഞ്ഞ് പയ്യെ തോളയിലേക്ക് പിടിക്കുന്നതെങ്കിൽ ഭയങ്കരമായിട്ട് പൊട്ടിക്കരയും. അന്നേരം ആ സങ്കടം മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ ഗ്രേസിയമ്മ അവളെ ചേർത്ത് പിടിക്കും കേട്ടോ. അന്നേരം ഗ്രേസിയമ്മയെ കെട്ടിപ്പിടിച്ച് കരയുവാണ് രേവതി. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ബ്രിജിത്താമ്മയുടെ അടക്കിനെ എല്ലാവരും കൊണ്ടുപോകുന്നതാണ്. അന്നേരം ആംബുലൻസിൽ കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് നമ്മുടെ രേവതിക്കുട്ടിയും അതുപോലെ അലീനയും ഉണ്ട്. ആ ചടങ്ങും അങ്ങ് തീരുന്നു. അതിനുശേഷം രേവതിക്കുട്ടിയും കൊണ്ട് ഗ്രേസിയമ്മയും മാമച്ചനും തിരിച്ചു വന്നു കഴിഞ്ഞ് ജോസുകുട്ടിയോട് പറയുന്നുണ്ട്, എടാ 3 പേർക്കുള്ള ഫുഡ് മേടിച്ചുകൊണ്ട് വരാൻ. അത് കഴിഞ്ഞ് അവർ അകത്തേക്ക് കയറിപ്പോയി കുളിച്ച് ഫ്രഷ് ആയതിന് ശേഷം ഗ്രേസിയമ്മ ഡൈനിങ് ടേബിളിലേക്ക് വന്നിരിക്കുന്നു. എന്നിട്ട് രേവതിക്കുട്ടി വിളിക്കും കേട്ടോ. അപ്പോൾ ആ സമയം ജോസുകുട്ടി ഫുഡ് മേടിച്ചുകൊണ്ട് വരും. അപ്പം മാമച്ചൻ ജോസുകുട്ടിയോടും ചോദിക്കുന്നുണ്ട്, നീ ഫുഡ് കഴിച്ചായിരുന്നു എന്ന്. എന്നിട്ട് ഞാൻ ആ ഹോട്ടലിൽ നിന്ന് തന്നെ കഴിച്ചു എന്ന് ജോസുകുട്ടി മറുപടിയും പറയും. ആ ഫുഡുമായിട്ട് മാമച്ചൻ അകത്തേക്ക് വരുന്നു. ഈ സമയം രേവതിക്കുട്ടി വായോ എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് ഗ്രേസിയമ്മ. അന്നേരം രേവതിക്കുട്ടി അങ്ങോട്ട് വന്നിട്ട് വെള്ളവും ഗ്ലാസ്സും എല്ലാം എടുത്ത് വെച്ചിട്ട് 2 പ്ലേറ്റും ഒക്കെ എടുത്ത് വയ്ക്കുക. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, എടി നിനക്കുള്ള ഫുഡ് മേടിച്ചിട്ടുണ്ട്, നീ ഇരിക്കുക എന്ന് പറയുമ്പോൾ എനിക്ക് വേണ്ട, എനിക്ക് ഭക്ഷണം ഇറങ്ങില്ല എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ്, നീ ഇന്നൊന്നും കഴിച്ചതല്ല, ഭക്ഷണം കഴിക്കാതിരുന്നത് ശരിയാകിയല്ല, ഇവിടെ എങ്ങനെ തലകറങ്ങി വീണിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ എടുത്തുകൊണ്ട് പോകണ്ടേ എന്നൊക്കെ ചോദിക്കുക. അന്നേരം എനിക്ക് ഇറങ്ങാഞ്ഞിട്ടാണ് എന്നിങ്ങനെ പറയുക കേട്ടോ രേവതി. അന്നേരം മാമച്ചൻ പറയും, വേണ്ട ഗ്രേസിയമ്മ, ഇന്നൊരു ദിവസത്തേക്ക് അവളെ വെറുതെ വിട്ടേരേന്ന് പറയും. അന്നേരം ഗ്രേസിയമ്മ പറയുന്നുണ്ട്, എങ്കിൽ നീ പൊക്കോ, പോയി റെസ്റ്റ് എടുത്തോ, ഇവിടെ നിൽക്കണ്ടെന്ന് പറയുമ്പോൾ വേണ്ട, നിങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഞാനിതെല്ലാം ക്ലീൻ ചെയ്തിട്ട് പൊക്കോളാന്ന് പറയുമ്പോൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ, നീ പോയി ഇന്നൊരു ദിവസത്തേക്ക് നീ പോയി കിടന്നു റെസ്റ്റ് എടുത്തു എന്ന് പറയും. ഏതായാലും രേവതിക്കുട്ടി അങ്ങ് പോയി കഴിയുമ്പം 2 പേർക്കും ഭയങ്കര സങ്കടമാട്ടോ, മാമച്ചായനും ഗ്രേസിയമ്മയ്ക്കും. ഏതായാലും അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റൂമിലേക്ക് ചെല്ലുമ്പം ഗ്രേസിയമ്മ കാണുന്നത് അവിടെ കിടന്ന് ആ ഫോട്ടോയും പിടിച്ച്, മമ്മിയുടെ ഫോട്ടോയും പിടിച്ച് കരഞ്ഞുകൊണ്ട് കിടക്കുന്ന രേവതിക്കുട്ടിയാണ്. അന്നേരം അടുത്തേക്ക് വരുന്നെങ്കിൽ ചാടി എഴുന്നേക്കാൻ തുടങ്ങും. അന്നേരം എഴുന്നേക്കണ്ട, നീ അവിടെ കിടന്നു എന്ന് പറയും. എന്നിട്ട് നീ ഇവിടെ കിടന്ന് കരയുമായിരുന്നോടി എന്ന് ചോദിക്കും. എന്നിട്ട് ആ ഫോട്ടോയും കാണിച്ചെന്ന് പറഞ്ഞാൽ ഫോട്ടോ അങ്ങ് മേടിക്കുമ്പോൾ കണ്ണടച്ച് കിടന്ന് കരയുന്ന രേവതിക്കുട്ടിയാണ് കാണിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. പിന്നെ പ്രമോ കാണിക്കുന്നുണ്ട്. പ്രമോയിൽ നമ്മുടെ അലീനെ വിളിക്കാനായിട്ട് ബാലചന്ദ്രനും മനുവും കൂടെ നമ്മുടെ സ്നേഹനികേതനിൽ ചെല്ലുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ.